സകല ലോകത്തിന്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ പരമാവധി വീഡിയോ ഓൺ ചെയ്തിരുന്നാൽ അത് സന്തോഷകരമാണ്. മറിഞ്ഞിരിക്കാതെ ചിലരൊക്കെ വെളിപ്പെട്ടു വന്നു, വളരെ സന്തോഷം. ചിലരും കൂടെ ഒക്കെ ഒന്ന് വെളിപ്പെട്ടാൽ സന്തോഷമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആയിരിക്കുന്നിടത്ത സാഹചര്യം നിങ്ങൾക്കേ അറിയൂ. ഞാൻ സന്തോഷം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമ്മൾ ആരാധന എന്ന വിഷയം വളരെ ക്രമീകൃതമായ നിലയിൽ അതിൻ്റെ ജെനിസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി ഇത് നാലുമാണ് പറഞ്ഞത്. ഏറെക്കുറെ നിങ്ങൾക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള ധാരണ, വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സബ്ജക്റ്റാണ് നമ്മൾ കൈകാര്യം ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് ലേഖനങ്ങളാണ് വരും ദിവസം നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് അത് കൈകാര്യം ചെയ്യാതെ വിടാതെ ഇപ്പോൾ തന്നെ ഈ വിഷയം ഒന്ന് പറഞ്ഞു ഒതുക്കിയിട്ട് വേറൊന്നുമല്ല, പ്രാർത്ഥന എന്ന വിഷയം കൂടെ ഒന്ന് കൈകാര്യം ചെയ്തിട്ട് നമ്മൾ ലേഖനത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 26-ാമത് വാക്യം ആരെങ്കിലും എടുത്തൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 26-ാമത് വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 26. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 26. അവണം തന്നെ ആത്മാവും നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടതിന് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ദൈവം സഹായിക്കട്ടെ. ഇന്ത്യയിലുള്ളവർ വായിക്കാൻ താമസിച്ചപ്പോൾ കാനഡ എന്ന് വായിച്ചു. വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മള് ഈ വിഷയം ഒന്ന്, എനിക്ക് തോന്നുന്നു മുൻപ് നമ്മൾ ഒരിക്കൽ ഈ വിഷയം ഒന്ന് കൈകാര്യം ചെയ്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. മുമ്പത്തെ ക്ലാസ്സിൽ പങ്കെടുത്തുള്ളവർക്ക് അറിയാം. ഇപ്പോഴുള്ളവരെ കൂടെ ആ വിഷയത്തിലേക്ക് ഒരു ധാരണ കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത് വാക്യം നമ്മൾ വായിക്കുകയാണ്. അവണ്ണം തന്നെ ആത്മാവും നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. വാസ്തവത്തിൽ വളരെ ആശ്ചര്യമായി തോന്നുന്ന ഒരു പ്രയോഗമാണ് പൗലോസ് കൂടി ഉപയോഗിച്ചത്. കാരണം ഈ ലേഖനം അവർക്ക് എഴുതുമ്പോൾ റോമിൽ സഭ ആരംഭിച്ചിട്ട് ഏകദേശം 25ഓളം വർഷമായി. അപ്പൊ 25 വർഷമായി സഭയിലെ അംഗങ്ങളായിരിക്കുന്ന, ആരാധിക്കുന്ന, സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന ശീലമാക്കിയ ഒരു കൂട്ടം ജനത്തോട് പൗലോസ് പറയുക, നിങ്ങൾക്ക് ഇതുവരെയും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. നമ്മൾ ഇവിടെങ്ങാനും പറഞ്ഞാൽ തന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി, എന്തായിരിക്കും പിന്നീട് ഉണ്ടാകുന്ന അതിന്റെ കോൺസിക്വൻസ്. അപ്പോൾ 25 വർഷത്തോളം പഴക്കമുള്ള സഭയോട് പൗലോസ് പറയുക, നിങ്ങൾ ഇത്രയും നാളായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ പ്രാർത്ഥിക്കുന്നില്ലെന്നോ ആ ആശയത്തിലോ അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം അത് കേൾക്കുന്നുമുണ്ട്, ദൈവത്തിന്റെ മഹാദയവുണ്ട്. എന്നാൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ദൈവഹിത പ്രകാരമുള്ളൊരു പ്രാർത്ഥന എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ പ്രാർത്ഥന കാരണം പരിശുദ്ധാത്മാവ് ഞരങ്ങുക. കാരണം പരിശുദ്ധാത്മാവ് വേണ്ട ഈ പ്രാർത്ഥനയ്ക്ക് അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്യാൻ. അപ്പൊ കൈ കിട്ടിയ ചപ്പും ചവറും എല്ലാം പരിശുദ്ധാത്മാവ് അവിടെ കൊണ്ട് വെക്കണ്ടേ? ഞാൻ പറഞ്ഞ ആശയത്തിൽ ഉൾക്കൊള്ളാവേ. അപ്പൊ നിങ്ങൾ ഈ വാരിക്കോരി പറയുന്നല്ല, ഇവിടെ അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്യേണ്ട. പരിശുദ്ധാത്മാവ് കടന്ന് ഞരങ്ങുന്നു. കണ്ടോ? ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഇതിനെ ഇടയ്ക്ക് കടന്ന് വിഷമം അനുഭവിക്കുന്നത്. ദൈവം ഇതെല്ലാം അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണമല്ലോ. ഞാൻ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്നതിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ളവരാണ്. ചിലരൊക്കെയെങ്കിലും ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ
വളരെ ക്രമീകൃതമായ നിലയിലാണല്ലോ വേദപാഠശാല പഠനങ്ങളൊക്കെ. തിയോളജി പഠിപ്പിക്കും, വേദശാസ്ത്രം നന്നായി പഠിപ്പിക്കും, ടൈപ്പോളജി നിഴൽപ്പൊരുൾ അത് പഠിപ്പിക്കും, ഹെർമനുറ്റിക്സ് വ്യാഖ്യാന ശാസ്ത്രം എങ്ങനെ വേദപുസ്തകം വ്യാഖ്യാനിക്കണം അത് പഠിപ്പിക്കും, ഹോമിലിറ്റിക്സ് പ്രസംഗശാസ്ത്രം എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടത് അത് പഠിപ്പിക്കും, കൗൺസിലിംഗ് അത് പഠിപ്പിക്കും, ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി അത് പഠിപ്പിക്കും, വേൾഡ് ചർച്ച് ഹിസ്റ്ററി അത് പഠിപ്പിക്കും, ചർച്ച് ഗ്രോത്ത് അത് പഠിപ്പിക്കും, ഇവാഞ്ചലിസം അത് പഠിപ്പിക്കും, പിന്നെ സിനോപ്റ്റിക് ഗോസ്പൽസ് സമവീക്ഷണ സുവിശേഷം ഒരുപോലുള്ള സുവിശേഷങ്ങൾ ഇതെല്ലാം പഠിപ്പിക്കും. നമുക്ക് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വേദപാഠശാലകളുണ്ട്. ഇന്ത്യക്ക് പുറമെ മറ്റ് രാജ്യങ്ങളിൽ വളരെ പ്രശസ്തമായ വേദപാഠശാലകളും ഗവേഷണ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. ഒരിടത്തും ഇന്നു വരെ പഠിപ്പിക്കാത്ത ഒരൊറ്റ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ പ്രാർത്ഥനയുള്ളൂ. അല്ലെ നിങ്ങൾ പറ, ഏത് ബൈബിൾ കോളേജിലാണ് പ്രാർത്ഥന എന്ന വിഷയം പഠിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു സെമിനാരി, ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നിങ്ങൾ പറ. പ്രസംഗം പഠിപ്പിക്കുന്നുണ്ട്, സുവിശേഷീകരണം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഉപവാസ പ്രാർത്ഥന എങ്ങനെ നടത്തണം, കല്യാണം എങ്ങനെ നടത്തണം, സ്നാനം എങ്ങനെ നടത്തണമെന്ന് വരെ പഠിപ്പിക്കുന്നവരുണ്ട്. വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. മോശമായിട്ടൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ ഒരൊറ്റ ബൈബിൾ കോളേജിലും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മാത്രം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ടുള്ള ഗുണം, നമ്മുടെ പ്രാർത്ഥന ഒന്ന് കേട്ടാൽ, ചില പ്രാർത്ഥന കേൾക്കുമ്പോൾ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പോയിട്ട് 3 ആഴ്ച കഴിഞ്ഞ പിന്നെ സ്വർഗത്തിൽ വന്നിരിക്കുന്ന ആ ടൈപ്പ് പ്രാർത്ഥന തമ്പുരാൻ ഞെട്ടിത്തരിച്ച് കർത്താവിനും കൂടെ സ്ട്രോക്ക് വരുമ്പോൾ തോന്നിപ്പോ അതുപോലെ ഷൗട്ട് ചെയ്ത ചില പ്രാർത്ഥനയൊക്കെ നമ്മൾ നടത്തുന്നത്. ഇത് പ്രാർത്ഥനയാണോ, നമ്മള് ഈ പിക്കറ്റിംഗ് നടത്തുകയാണോ, അതോ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്? ഇതൊന്നും അറിയാൻ മേലാത്തതുപോലെ നമ്മുടെ ചില പ്രാർത്ഥന പതുക്കെ അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ തന്നെ പരുവം കെട്ട് തോണ്ടയിൽ ഇറങ്ങി ശബ്ദമില്ലാതെ എന്നായി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന നിർത്തുന്നത്. നമ്മൾ ആരാണ്ടോടെ അങ്ങ് ഗുസ്തി പിടിക്കുക. അപ്പനും മോനും തമ്മിൽ സംസാരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞ. കുഞ്ഞാണ്ട് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കളാക്കി തീർത്ത അപ്പനും മകനും കൂടെ സംസാരിക്കുന്ന രംഗം കേട്ടാൽ ഏതാണ്ട് കുടുംബകലകം ഉണ്ടായതുപോലെ തോന്നിപ്പോകും. അങ്ങനെയാണ് പ്രാർത്ഥന. അപ്പോൾ പൗലോസ് പറയാ, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞ, അതിന്റെ കാരണം ഒട്ടുമിക്ക വിഷയങ്ങളിൽ ശിക്ഷണം കിട്ടുന്നുണ്ടെങ്കിലും ശിക്ഷണം കിട്ടാത്തൊരു സംഗതിയാണ് പ്രാർത്ഥന. മനസ്സിലായോ? ചിലര് സാഹിത്യ ഭാഷ ഉപയോഗിച്ച് മാത്രമേ പ്രാർത്ഥിക്കൂ, ചിലര് വെറും കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കും, അടുക്കള ഭാഷ ഉപയോഗിച്ച് കളയും. ഒക്കെ കർത്താവ് കേൾക്കാതിരിക്കുമൊന്നുമില്ല, കർത്താവ് കേട്ടല്ലേ പറ്റൂ. ഞാൻ പണ്ട് ഒരിക്കൽ ക്ലാസ് എടുത്ത് പറഞ്ഞു, ആക്ച്വലി ഗോഡ് ഇസ് നോട്ട് ഹിയറിംഗ് അവർ പ്രയർ, റാദർ ഹീസ് ബിയറിംഗ് അവർ പ്രയർ. നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുകയല്ല, കർത്താവ് അങ്ങ് സഹിക്കുക. നോട്ട് ഹിയറിംഗ് റാദർ ബിയറിംഗ്. ഞാൻ പറഞ്ഞത്, കർത്താവിന് നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കാൻ ഭയങ്കര സന്തോഷവും ഒക്കെയുണ്ട്. പക്ഷേ നമ്മുടെ ഈ സംസാരമൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇവൻ എന്തിനു വേണ്ടിയായി പ്രാർത്ഥിച്ച്, എന്ത് വിഷയം ഇവൻ അവതരിപ്പിച്ചത്, ഇതൊന്നും അറിയത്തില്ല. കാരണം ഒരറ്റത്തും തുടങ്ങിയാൽ ഏതെല്ലാം വിഷയങ്ങൾ കോർത്തിണക്കിയ എതിലെല്ലാം പോയാണെന്നറിയോ? ഞാൻ പലപ്പോഴും ഓർക്കും, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കിയ പ്രാർത്ഥന 30 സെക്കൻഡ് പോലും ഇല്ലായിരുന്നു. ഏലിയാവിന്റെ പ്രാർത്ഥന, യഹോവേ ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും അത് ഈ ജനത്തിന് മനസ്സിലാകാൻ ഇപ്പം വെളിപ്പെട്ട് പറഞ്ഞു. അത്രേ പറഞ്ഞു. ആ സ്ഥാനത്ത് നമ്മളാ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവിടുത്തെ പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കി. തമ്പുരൻ ഇത് കാണുമ്പോൾ ഞെട്ടിത്തരിച്ച് ഞാൻ തീ ഇറക്കണോ അതോ ഞാൻ തന്നെ ഇറങ്ങിച്ചെന്ന് ഇവനെ പിടിച്ചു മാറ്റണോ എന്നെല്ലാം ചിന്തിച്ചു പോകും. ആ രീതിയിലായിരിക്കും നമ്മളാണ് ഏലിയാവിന്റെ സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ. ഞാൻ ഏകനാണെന്ന് നിനക്ക് അറിയാമല്ലോ, ഇതിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആകെ അധോഗതിയാകും എന്ന് വേണ്ട സകലവും പറഞ്ഞ് ആകെ കുളവാക്കിയ ഏലിയാവ് ഇത്രേ പറഞ്ഞുള്ളൂ.
ഇസ്രായേൽ ഒരു ദൈവമുണ്ട്, അത് അങ്ങാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്ന് ഇവർക്കൊന്ന് മനസ്സിലായാൽ മതി. അത്രയേ ഉള്ളൂ എന്റെ ഉദ്ദേശം. നമ്മളാണ് കഴിഞ്ഞ ചില രാത്രങ്ങളിൽ കരിയത്തിൻ്റെതായിരിക്കുന്ന അനുഭവത്തിൽ കടന്നു പോകുവാൻ തക്കൊണ്ട് മറ്റൊടയായിത്തീർന്നു. കാക്കാപ്പം കൊണ്ടുവന്ന് തന്നുവെങ്കിലും വെള്ളം വറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടായി നിനക്ക് അറിയാമല്ലോ. അവിടെ നിന്ന് ഞാൻ സാരഫാത്തിലേക്ക് പോകുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. അവിടെയും എനിക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും, അല്പം വെള്ളം കിട്ടിയെങ്കിലും അവിടെ വീണ്ടും അതും പറ്റാത്ത സാഹചര്യം ഉണ്ടായത് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ഏകനായി ഈ മലയുടെ മുകളിൽ ശേഷിച്ചിരിക്കുന്നു. തീ ഇറക്കിയ മതിയാകൂ, ഇപ്പോൾ തന്നെ ഒരു ഇമ്പാർട്ടേഷൻ റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന ആകപ്പാടില്ലാത്ത ബഹളം എല്ലാം ഉണ്ടാക്കിയതിന്. ഏലിയാവ് ഇത്ര ഒന്നും ചെയ്തില്ല. കണ്ട ആ പ്രാർത്ഥന ശ്രദ്ധിച്ച്. അതെന്താ അങ്ങനെ തീ ഇറക്കാൻ കാരണം? നമുക്ക് ആവശ്യത്തിലൊക്കെ വരാമേ. ഞാൻ പറഞ്ഞു വന്നത്, വളരെ ട്രെയിനിങ് വേണ്ട ഒരു സംഗതിയാണ് പ്രാർത്ഥന. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ പ്രാർത്ഥനയെ നിങ്ങൾ വയറ്റ് കിടക്കുന്നതിന് മുമ്പ് കട്ടിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യമല്ല. അവിടെ നിങ്ങളും കർത്താവ് മാത്രമേ ഉള്ളൂ. നോ റെസ്ട്രിക്ഷൻ അറ്റ് ഓൾ. അവിടെ ഞാൻ ഈ പറഞ്ഞ വ്യവസ്ഥകളൊന്നും ബാധകമല്ല. ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിന് പകരുന്ന സമയമാണ്. അവിടെ എനിക്ക് വ്യവസ്ഥ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, മറ്റ് നിയമങ്ങളും അതിരുകളും ഒന്നും കൽപ്പിച്ചിട്ടില്ല. നമ്മുടെ ഹൃദയം ദൈവത്തിന് പകരാം. പക്ഷെ അങ്ങനല്ല പബ്ലിക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ. ഒരു കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നതും സഭായോഗത്തിന് പ്രാർത്ഥിക്കുന്ന നമ്മളുടെ വ്യത്യാസം ഇന്ന് വരെ അറിയത്തില്ല. സഭായത്തിന് എങ്ങനെ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ് കുടുംബ പ്രാർത്ഥനയിൽ, ഒരു കോട്ടേജ് മീറ്റിംഗിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ മനസ്സിലാകുന്നുണ്ടോ? അതേ രീതിയിൽ തന്നെയാണ് സഭായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് മധ്യസ്ഥ പ്രാർത്ഥനയാണോ, സഭയുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ, അതോ തിരുവത്താഴ് ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ഇതൊന്നും തിരിച്ചറിയാൻ വയ്യാത്തതുപോലെ ഇതെല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഈ മിക്സഡ് എന്താ പറയാ ഫ്രൂട്ട് സലാഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതെല്ലാം കൂടെ കലർത്തി വെച്ചിട്ട് പരിശുദ്ധാത്മാവിനെ ഈ സലാഡ് എടുത്തുകൊണ്ട് പോകാവോ അതും വയ്യ, ഇവിടെ വെച്ചേച്ച് പോകാവോ അതും വയ്യാത്ത രൂപത്തില്ല നമ്മുടെ പ്രാർത്ഥനയൊക്കെ. അതിന്റെ കാരണം പ്രാർത്ഥന എന്ന വിഷയം ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് പ്രാർത്ഥന പഠിക്കണമെന്ന് തോന്നിയത് ശിഷ്യന്മാർക്ക് മാത്രമേ ഉള്ളൂ. പഠിപ്പിച്ച ഒറ്റ അധ്യാപകനേ ഉള്ളൂ, അത് കർത്താവ്. ശിഷ്യന്മാര് പറഞ്ഞു, ഗുരു, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കണ്ടോ, ഞാന് കഴിഞ്ഞ ഞായറാഴ്ച സൺഡേയിൽ ഓർപ്പിച്ചതുപോലെ ഈ 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ യജമാനോട് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട 2 കൂട്ടം കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. മറ്റൊന്ന്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ഇത് 2 ചോദിച്ചുള്ളൂ. ചെയ്തു തരണം എന്നുള്ള അർത്ഥത്തിൽ. അതിൽ അവർ ചോദിച്ച ചോദ്യമാണ്, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ, അപ്പൊ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അതിന്റെ കാര്യമുണ്ട്. ഈ 3.5 വർഷം കൂടെ നടന്ന ശിഷ്യന്മാർ, നിങ്ങൾ ഇവരെ ശ്രദ്ധിക്കണം. കർത്താവിന്റെ ശിഷ്യന്മാരല്ലേ യഹൂദന്മാരല്ലേ? അതെ. യഹൂദന്റെ രീതി അനുസരിച്ച് ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് യഹൂദന്മാർ. അന്നും ഇന്നും എവറി 3 hours, ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് യഹൂദന്മാർ. എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നവരല്ലേ? ആണല്ലോ. പക്ഷെ അതേ ശിഷ്യന്മാര് പറയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അതെന്താ? 3.5 വർഷം കൂടെ നടന്നപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഗുരുവും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ പ്രാർത്ഥനയല്ല ഗുരുവിന്റെ പ്രാർത്ഥന. അത് മനസ്സിലാക്കി. മാത്രമല്ല, കർത്താവ് ഏതെല്ലാം വീര്യപ്രവൃത്തികൾ ചെയ്തു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. തിമായുടെ മകനായ ബർത്തിമായി 2 കണ്ണും കാണത്തില്ല. ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമെന്ന് നിലവിളിച്ചു, അല്ലേ? അവനെ വിളിച്ച വിളി കറക്റ്റ് ആണ്. അത് അതിനേക്കാൾ ഏറ്റവും വലിയ രസം.
ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ. കർത്താവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച പ്രാപിക്കണം. തൊട്ടു, ക്ഷണത്തിൽ കണ്ണങ്ങ് തുറന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, ഗുരു, അങ്ങ് തൊട്ട ഉടനെ അവന്റെ കണ്ണ് തുറന്നല്ലോ, എന്താ അതിന്റെ ടെക്നിക്ക്? ഞങ്ങൾക്കൂടെ പറഞ്ഞതാ, ഞങ്ങൾ തൊടുമ്പോഴും കണ്ണ് തുറക്കണം. ഈ ശിഷ്യന്മാരെപ്പോഴെങ്കിലും ചോദിച്ചോ? ഇല്ല. അവരെപ്പോഴെങ്കിലും പറഞ്ഞോ, ഗുരു ഞങ്ങൾ നിന്റെ കൂടെ നടക്കല്ലേ, അങ്ങ് തൊട്ടപ്പോ കണ്ണ് തുറന്ന പോലെ ഞങ്ങൾ തൊട്ടാൽ ഉടനെ കണ്ണ് തുറക്കണം? ടെക്നിക്ക് പറഞ്ഞതാ. ചോദിച്ചോ? ഇല്ല. എപ്പോഴെങ്കിലും ചോദിച്ചോ? ഇല്ല. കർത്താവ് യോഗം നടത്തണം, ഇങ്ങനെ നടത്തണം. എങ്ങനെ? 3 ദിവസമൊക്കെ യോഗം കഴിഞ്ഞിട്ട് 5 അപ്പം എടുത്ത് ദൈവത്തെ വാഴ്ത്തി വിളമ്പി കഴിഞ്ഞപ്പോൾ 5000-ഓളം ആൾക്കാർ ഭക്ഷിച്ചെന്ന് മാത്രമല്ല 12 കൊട്ട മിച്ചം കിട്ടി. ശിഷ്യന്മാര് പറയും, യോഗം നടത്താണ്, ഇനി ഇങ്ങനെ നടത്തിയാൽ മതി. പിന്നെ ഒരു കാര്യം, ഈ 5 അപ്പത്തെ ഇത്ര വർദ്ധിപ്പിച്ചില്ലേ, എന്താ അതിന്റെ ടെക്നിക്ക്? ഞങ്ങൾക്കൂടെ പറഞ്ഞതാ, ഞങ്ങളും യോഗം നടത്തുമ്പോൾ ഇതുപോലെ വേണം കാര്യങ്ങൾ നടത്താൻ. അതുകൊണ്ട് ആ ടെക്നിക്ക് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ശിഷ്യന്മാരെപ്പോഴെങ്കിലും ചോദിച്ചോ? ഇല്ലല്ലോ. കർത്താവ്, ഈ ഗലീലക്കടൽ ഞങ്ങൾക്ക് എത്രയോ സുപരിത, പക്ഷെ ഞങ്ങൾക്ക് വെള്ളത്തിന് നടക്കാൻ പറ്റിയില്ല, അങ്ങ് നടന്നല്ലോ, എന്താ ഇതിന്റെ ടെക്നിക്ക്? ഞങ്ങൾക്കൂടെ പറഞ്ഞതാ. എപ്പോഴെങ്കിലും ചോദിച്ചോ? ഇല്ല. കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഒരു കാര്യം പിടികിട്ടി, നമ്മുടെ യജമാനനായ ഗുരു ഈ അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ വേറെ ഗിമ്മിക്സ് ഒന്നും ഇല്ല, ഗുരുവിന്റെ പ്രാർത്ഥനയാണെന്ന് പിടികിട്ടി. വേറെ രഹസ്യ അജണ്ടകളൊന്നും ഇതിന്റെ പിൻപിലില്ലാത്തതിനാൽ അങ്ങനെയാണെങ്കിൽ ആ പ്രാർത്ഥന പഠിച്ചേ നോക്കൂ. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം പറയാം, കുറഞ്ഞ പക്ഷെ ഇത് പഠിക്കേണ്ടതാണെന്നെങ്കിൽ അവർക്ക് തോന്നിയല്ലോ, അതൊരു വലിയ കാര്യമല്ലേ? നമുക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ലോ ഇതൊന്ന് പഠിക്കണമെന്ന്. എപ്പോഴെങ്കിലും തോന്നിയോ? നമുക്ക് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്. ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു മരണം നടന്നു. 7 മണിയായപ്പോഴാണ് ബോഡി തിരുവല്ലയ്ക്ക് കൊണ്ടുപോയത്. അദ്ദേഹം ഈ പാലക്കാട് ജില്ലയും പല സ്ഥലങ്ങളിലും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയിരുന്നു. അദ്ദേഹം 2ാമത്തെ മോഡരിക്കൽ UK പോയതാണ്. അവിടെ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്നിപ്പോ 14ാമത്തെ ദിവസമാണ് ബോഡി നാട്ടിൽ കൊണ്ടുവന്നത്. പുഴമ്പാലക്കോടിയുടെ ആ വീടിന്റെ മുറ്റത്ത് വെച്ച് 1:30 മുതൽ 7 മണിയുള്ള സമയത്ത് ശുശ്രൂഷകൾ നടത്തി ഇവിടെ നിന്നും സ്വന്തം സ്ഥലമായി തിരുവല്ല മേപ്രാലിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ കുറച്ചു മുമ്പാണ് കൊണ്ടുപോയത്. ഞാനൊരു കാര്യം പറയാനായിട്ടാണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാര് പലരോടും പറഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു. ഏറ്റക്കുറച്ചിലൊന്നും പറയാനായിട്ടല്ല ഞാൻ പറഞ്ഞു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, ഏത് ലക്ഷ്യത്തോടെയാ പ്രാർത്ഥിക്കേണ്ടത്, ആ പ്രാർത്ഥന ഉപയോഗിക്കേണ്ട വാചകങ്ങളും പദങ്ങളും ഒക്കെ എന്തൊക്കെയാണ് അറിയണ്ടേ, അറിഞ്ഞിരിക്കണ്ടേ, വേണം നിർബന്ധമായി. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞു എന്നറിയാമോ? പ്രാർത്ഥന എന്ന വിഷയം പഠിക്കേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, അപ്പൊ ഈ പഠിച്ചേച്ച് പ്രാർത്ഥിക്കാൻ വെച്ചിട്ട് ഇനി എന്ന് പ്രാർത്ഥിക്കാൻ, അപ്പൊ ഇത്ര നാളും പ്രാർത്ഥിച്ചെല്ലാം വേസ്റ്റ് ആയിപ്പോയോ? നോ, അതല്ല ഞാൻ പറഞ്ഞു. അങ്ങനല്ല. നമ്മൾ ആത്മീക പക്വതയിലേക്ക് ഓരോ ദിവസവും വളർന്നു വരുന്നവരല്ലേ. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഈ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ. ശിഷ്യന്മാര് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ, പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ഒന്ന് അറിയാൻ വയ്യാത്ത കാര്യം പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ തന്നെ അറിയാൻ വയ്യാത്ത കാര്യം അറിയാമെന്ന് ഭാവിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഭയങ്കര ജ്ഞാനികളാണ് ഏറ്റവും വലിയ വിഡിതം പറയേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ജ്ഞാനികളായി ഭാവിക്കുന്നവർ. ജ്ഞാനികൾ എന്നുള്ള അർത്ഥത്തിലല്ല. നമുക്കൊരു കാര്യം അറിയാൻ വൈകിൽ അറിയത്തുന്നത് എന്താ കുഴപ്പം? നോ പ്രോബ്ലം. അറിയാമെന്ന് ഭാവിച്ച് പിന്നെ കിടന്നുകൊണ്ട് ആക്ഷൻ കാണിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഇല്ല. പണ്ടൊരാളോട് ചോദിച്ച് ഡിക്ഷണറി വായിച്ചിട്ടുണ്ടോ? ഒരാളെ മറ്റോ
സാറ് ഡിക്ഷണറി വായിച്ചു. പുള്ളി ഇല്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ. പിന്നെ പുള്ളി പറയും അയ്യോ ഉണ്ടോന്ന്. ഓ, അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏത് മനുഷ്യന്റെയും ചങ്ക് തകർന്നു പോകുന്നു. ഡിക്ഷണറി വായിച്ചാലേ. അപ്പൊ ഇതെന്താന്ന് പോലും അറിയാൻ വയ്യത്തില്ലെങ്കിലും ഞാൻ ഏതാണ്ട് സംതിങ് ആണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. നോ, നമുക്കറിയാൻ വയ്യാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ തലമുറയിൽ നമുക്ക് അറിയാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങൾക്കറിയാം. അവരുടെ ഐക്യു അല്ല നമ്മുടേത്. നമ്മൾ പല കാര്യത്തിന് ഇപ്പൊ അവരെ ആശ്രയിച്ചു നോക്കും. ഒരു മൊബൈൽ വാങ്ങിച്ചത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് അവർ ഒപ്പിച്ച് തന്നാലേ നമുക്ക് പറ്റൂ. അല്ല, ഒരു പിടിയില്ല. ഇതെങ്ങനെയാ? ഇപ്പൊ നമുക്ക് പുതിയൊരു ഫോൺ കിട്ടി, ആ ഫോണിനകത്ത് നമ്മുടെ പഴയ സാധനം പുതിയ ഫോണിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഫോണും കൈ പിടിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ ഇങ്ങനെ മാറ്റുക അല്ലാതെ ഇതിനകത്ത് ഇങ്ങോട്ട് മാറ്റാൻ പിള്ളേരെ ആശ്രയിച്ച് നോക്കൂ. അവർക്കത് അറിയാം, നമുക്കത് അറിയത്തില്ല. മനസ്സിലായില്ലേ? പുതിയ മൊബൈൽ കിട്ടുമെന്നല്ല ഞാൻ ഈ പറഞ്ഞു. ഇനി വല്ല റാസൽ കൈമെന്നെങ്ങാനും ഒരു മൊബൈൽ വന്നാൽ വരട്ടെ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അപ്പൊ എന്താ ഉദ്ദേശിച്ചെന്നറിയാമോ? നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിയാമെന്ന് ഭാവിക്കേണ്ട ആവശ്യമില്ല. ശിഷ്യന്മാർക്ക് പിടികിട്ടി നമ്മുടെ പ്രാർത്ഥന റോങ് ആണ്, നമുക്കറിയത്തില്ല. ഗുരുവിനോട് ചോദിച്ചു. ഇനി അതിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം, നല്ല ഗുരു ആയതുകൊണ്ട് ചിലരോട് ചോദിച്ചാൽ നമ്മളെ ഇട്ട് കുഴപ്പിച്ച് കളയും. നമുക്കറിയാൻ വയ്യാത്തൊരു കാര്യം ചോദിച്ചാൽ നേരിട്ട് ഒരു കാരണവശാലും ഉത്തരം തരികയല്ല, തിരിച്ചൊന്നോ രണ്ടോ ചോദ്യം ചോദിച്ചാൽ നമ്മളിട്ടാൻ കുഴപ്പിക്കുക. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. എന്നറിയാൻ വയ്യാത്ത കാര്യം ഏത് ചോദിച്ചാലും അന്നേരം പറഞ്ഞു കൊടുക്കും. അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സിംപ്ലിഫൈ ചെയ്താ പറയുന്നത്. അല്ലാതെ ഉത്കൃഷ്ടവും ഉദാത്തവും പിന്നെ ഊണ്ട് തുടങ്ങിയ ഊണ്ട് മാത്രം, കാവുണ്ട് തുടങ്ങിയ കാവുണ്ട്, അങ്ങനെയൊന്നും അല്ല കർത്താവ് സംസാരിച്ചേ. ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സുവിശേഷം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരുത്തൻ വിതയ്ക്കാനായിട്ട് പോയി. ദൈവരാജ്യത്തിന്റെ മർമ്മം പറഞ്ഞു കൊടുക്കുക. ചിലത് വഴിയരികിൽ വീണു, നല്ല നിലത്ത് വീണു, അല്ലേ? എത്ര സിമ്പിളായിട്ടാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. നല്ല ഗുരുവായോണ്ട് അത് വേണ്ടുന്ന വണ്ണം മനസ്സിലാകത്തക്ക നിലയിൽ പറഞ്ഞു കൊടുത്തു. നമ്മൾ അതൊക്കെ മാതൃകയാക്കേണ്ട ഒരു വലിയ ശ്രേഷ്ഠകരമായ സംഗതി തന്നെയാണ്. അപ്പൊ പ്രാർത്ഥന ഗുരുവിനെ നോക്കി അവർ പഠിച്ചു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന പഠിച്ചു നോക്കൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അവർക്ക് പറഞ്ഞു കൊടുത്തു, നിങ്ങളോ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. അത് കഴിഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥന ചൊല്ലാത്തൊരു വർഗം ഭൂമിയിലുണ്ടെങ്കിൽ കാഹളം കേൾക്കുമ്പോൾ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന പെന്തക്കോസുകാർ മാത്രമേ ഉള്ളൂ. അതൊന്ന് പറഞ്ഞു പോയാൽ നമ്മളെ നരകത്തിൽ തള്ളിയിടും എന്നാണ് നമ്മുടെ ചിന്ത. കുറഞ്ഞ പക്ഷം തിരുവഴുത്തിലെ വാക്യമാണെന്നുള്ള പോലും വേണ്ടേ? ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കരുത്. നിങ്ങൾ പറയാം അതെല്ലാം വിട്ടാച്ചാ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെയും വന്ന് അത് ചൊല്ലാനാണെങ്കിൽ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നു നിങ്ങൾ ചോദിക്കരുത്. ഞാൻ ആ സെൻസിലല്ല പറഞ്ഞേ. ആ പ്രാർത്ഥന സുഖനായ ഞങ്ങളുടെ പിതാവേ, ആ പാട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് എബ്രായ ഭാഷയിൽ അവനു ശബശമായി, അങ്ങനെ ആ പാട്ട് നമുക്ക് ദൈവം ചില പാട്ട്. പിന്നെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാണ്ട് യഹൂദൻ രാവിലെ പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. മോദെ അനി എന്നാണ് ആ പ്രാർത്ഥന. 3-4 ലൈൻ മാത്രമേ ഉള്ളൂ. ആ പ്രാർത്ഥനയുടെ അർത്ഥം അറിഞ്ഞാൽ എന്റെ പ്രിയർ എന്തോ സുഖം. അത് പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ യഹൂദനുമില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ 3-4 ലൈൻ മാത്രമുള്ള ആ പ്രാർത്ഥന യഹൂദൻ ചൊല്ലും. എന്നതുപോലെയാണ് ഇതും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരുമാതിരിപ്പെട്ടവർക്ക് അത് ചൊല്ലാൻ ബുദ്ധിമുട്ട് എന്നാന്നറിയാമോ? സ്വർഗസ്ഥനായ എന്റെ പിതാവേ എന്നാണെങ്കിൽ പ്രാർത്ഥിക്കാൻ എളുപ്പമുണ്ടായിരുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് അവിടെ കുഴയുന്നേ. ഇപ്പം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ, ഇപ്പൊ മിനി ജേക്കബ് സിസ്റ്ററും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇരിക്കട്ടെ. പ്രശ്നം എന്ന് പറയും, ഇഫ് ഐ ആം നോട്ട് റൈറ്റ് വിത്ത് ദാറ്റ് സിസ്റ്റർ, ഞാൻ എന്റെ തൊട്ടടുത്തിരിക്കുന്ന സഹോദരിയോടോ സഹോദരനോടോ മാനസികമായിട്ട് ഏകീകരണത്തിലല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവേന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. മനസ്സിലായോ? ഞങ്ങളുടെ റോസിലാൻഡിയൊക്കെ പുതിയ വീടൊക്കെ പണിതു. പണിതതിന് മുമ്പ് മുതൽ എന്നോട് ചെല്ലണം എന്ന് വിളിക്കുന്ന, ഞാൻ ഇതുവരെ പോയിട്ടില്ല.
ഈ ഏതാനും ദിവസങ്ങളുടെ നോക്കും, ചെന്നില്ലെങ്കിൽ പിന്നെ പണങ്ങുന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ദിവസങ്ങൾ തീരാറായി എന്നുള്ള സ്വാതന്ത്ര്യത്തിൽ അത് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പം ഞാൻ അവിടെ ചെന്നില്ല എന്നുള്ള കാരണത്താൽ, ഞങ്ങൾ കുടുംബം ചെന്നുള്ള കാരണത്താൽ സാംശാനും റോസ്നാന്റിയൊക്കെ ഞങ്ങൾ പിണങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, മാനസികമായിട്ടൊരു അകൽച്ച ആണെങ്കിൽ, ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കാൻ ഒക്കത്തില്ല. കൃപയാൽ ഇപ്പം ഞങ്ങളുടെ ദൈവം എന്ന് വിളിക്കുന്നത്, അതിന്റെ അർത്ഥം പിണക്കത്തിലോട്ട് വന്നില്ല എന്നുള്ളതാ. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഇടവും വലവും നോക്കണം. എല്ലാം പിടി കിട്ടിയോ? സഭകളിനകത്തോട്ട് കയറിയിരുന്ന് നമ്മുടെ സീറ്റ് കിട്ടി കണ്ണു കുറച്ചിട്ട് തുള്ളിയാ പോരാ. നമുക്ക് നമ്മുടെ കാര്യം മാത്രം, നമ്മൾ ഇങ്ങനെ നല്ല കണക്ഷനില്ല. ഇടത്തും വധിക്കുന്ന ആളാണ്, എനിക്കൊരു പിടിയില്ല. ചർച്ചിനകത്ത് അങ്ങനല്ല. ഇടവും വലവും ഇരിക്കുന്ന ആളോട്ട് മാനസികമായിട്ട് ഏകീകരണത്തിലാണോ? അങ്ങനാണെങ്കിൽ നീ എന്നെ പിതാവെന്ന് വിളിച്ചാൽ മതി എന്നാ പറഞ്ഞേ. വല്ലതും പിടി കിട്ടുന്നുണ്ടോ? ഒരേ സഭയിൽ, ഒരേ കൂട്ടായ്മയിൽ, ഒരേ തിരുമേശയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ തമ്മിൽ മാനസികമായ ഐക്യതയിലും ഏകീകരണത്തിലും അല്ലെങ്കിൽ ദൈവം എന്നെ അബ്ബാ പിതാവെന്ന് വിളിച്ചോട്ട് ഇങ്ങോട്ട് വരണ്ടെന്നായി ഈ പറഞ്ഞ ശൈലി വേറെയാന്ന് മാത്രം. തമ്പുരാൻ തന്റെ സ്റ്റാൻഡേർഡിൽ പറഞ്ഞതല്ലേ, ഞാൻ പറയും പോലാണോ? ആ പ്രാർത്ഥന മനഃപൂർവ്വം ഒന്ന് ശ്രദ്ധയോടെ പഠിച്ച് കണ്ടോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പല അർത്ഥങ്ങളാ. ഒന്ന്, നീ ഭൂമിയിലാണ്, ഞാൻ സ്വർഗത്തിലാണ്. ഞാൻ നിന്റെ പിതാവാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരൊറ്റ സെന്റൻസ് എടുക്കുമ്പോൾ തന്നെ ഒരാഴ്ച വേണം ആ ഒരൊറ്റ സെന്റൻസ് തന്നെ പഠിച്ചു തീർക്കാൻ. ഒന്ന്, നമ്മുടെ പിതാവാണ്. രണ്ട്, സ്വർഗസ്ഥനാണ്. ഒരു ഭൗമയൻ, ഭൂമിയിലുള്ള ഒരുത്തൻ സ്വർഗസ്ഥനായ ഒരുത്തനുമുള്ള കോൺവെർസേഷൻ, എന്റെ പൊന്നെ, ചിന്തിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ കിട്ടുന്ന പ്രിവിലേജ് ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഫോണിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, മിക്കവാറും വിറച്ച് ഫോണും താഴെ പോയി അല്ലേ. കോള് വന്നപ്പം എടുക്കേണ്ട ഡൊണാൾഡ് ട്രംപ് എന്ന പേര് തെളിഞ്ഞ് നമ്മൾ വെപ്രാളം കയറി ഫോൺ എടുത്ത് അത് കട്ടായി പോവുകയും ചെയ്തു അല്ലേ. ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ. ഞാൻ നമ്മുടെ നരേന്ദ്രമോദിയെ പറഞ്ഞ നിങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്യുകയല്ല, അതുകൊണ്ട് അപ്പൊ പുള്ളിക്കാരൻ നമുക്ക് കുറച്ചുകൂടെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നതിന് ഞാൻ പറഞ്ഞതാ. ഉണ്ടാകുന്ന വെപ്രാളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. വല്ല വാക്കും പറയോ? അതേ അവിടുന്ന് ഹവഴിയോ എന്ന് ചോദിച്ചാൽ മതി, പിന്നെ തീർന്ന്. പിന്നെ എന്നാ ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ടായിരുന്നേ. തൊണ്ടയിലെ വെള്ളവും പറ്റി, ഒരു വാക്ക് നന്നായിട്ട് പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നാണ് ഇപ്പം ഒരു ABCD പോലും വായി വരുന്നുമില്ല. ഒരു സെന്റൻസും കംപ്ലീറ്റ് ആക്കാൻ നോക്കുന്നില്ല. അഥവാ പറഞ്ഞാൽ തന്നെ ആ പറഞ്ഞു തന്നെ പിന്നെയും പറഞ്ഞ് ആകെപ്പാടെ വെപ്രാളം പിടിക്കും ഇല്ലേ. ഭൂമിയിൽ ഒരു മനുഷ്യനോട് സംസാരിക്കും പിതാസ്ഥിതി, അപ്പൊ പിന്നെ സ്വർഗസ്ഥനോട് സംസാരിച്ചാലോ? നമ്മുടെ രീതിയൊക്കെ കണ്ടാണ്ടല്ലോ തമ്പുരാൻ നമ്മുടെ പോക്കറ്റില്ല. ചിലര് വിളിക്കുന്ന വിളിയൊക്കെ കേട്ടാ പുള്ളിക്കാരി മടിയിലിട്ട് വളർത്തിയിരിക്കുന്ന പോലുള്ള വിളിയാ. ഞാൻ അങ്ങോട്ടായി വരുന്നത്. അപ്പൊ ആരോടാണ് സംസാരിക്കുന്നുള്ള സുബോധം നമുക്ക് വേണം. നമ്മളെല്ലാവരോടും സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. നമ്മള് ഓരോരുത്തരോടും ആളറിഞ്ഞല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഞാൻ വളരെ സ്നേഹത്തോടും ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രേ ആൾക്കാരിന് വ്യത്യസ്തമായിട്ടാണ്. ഈ ഇടയ്ക്ക് ആള് വന്നത് തെളിഞ്ഞും ഇടയ്ക്ക് ഡാർക്കും വന്ന് പോണ ഒരു വണ്ടിയെ പൊക്കോണ്ടിരിക്കുക അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ച ഇടയ്ക്ക് പല്ല് മാത്രം കാണാൻ ചിരിക്കുമ്പോൾ ഇരുട്ടത്ത്. നിങ്ങളെല്ലാം സംസാരിക്കുന്ന ആൾക്കാർ കുറെ കൂടെ വ്യത്യസ്തമായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കും. കാരണം ഞാൻ സ്നാനപ്പെടുത്തിയ ആളായതുകൊണ്ട് വ്യത്യാസം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതാ. അപ്പം എനിക്ക് നിങ്ങളെക്കാൾ കുറച്ച് റൈറ്റും എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചൊന്നും പറയുന്നൊരു തോന്നുള്ളതുകൊണ്ട് എനിക്ക് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റും. നിങ്ങളും ആരോടൊന്നും പറയത്തൊന്നുമില്ല. ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണം. അപ്പൊ നമ്മൾ ആ നാടൻ ഭാഷയെ പറയലോ, ആളും തരം അറിഞ്ഞു വേണം ഇടപെടാൻ അല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ ഇത് ആരോടാണ് ഈ കോൺവെർസേഷൻ നടത്തുന്നത് എന്നുള്ള സുബോധത്തോടെ വേണം. ഞാൻ ഓർക്കുക, കർത്താവ് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പിതാവേ, ഓ
അല്ലാതെ ഗെത്സമനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആലോചിക്കുക, നമ്മളെങ്ങാനും ഗെത്സമനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഗെത്സമനിൽ ആ കല്ലൊന്നും അവിടെ കാണുകയില്ല, അതിലെ പണ്ടേ ഉരുണ്ടുപോയേന്. ആ ദേശമെല്ലാം അല്ലേ, ആ തോട്ടമൊക്കെ നശിപ്പിച്ച് അവിടെ. ഇന്നിപ്പോ ആൾക്കാർ ചെല്ലുമ്പോൾ ഗെത്സമൻ തോട്ടത്തിലെ മരങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. അത് നമ്മളാരും പ്രാർത്ഥിക്കാഞ്ഞത് കൊണ്ടാണ്. നമ്മളാ പ്രാർത്ഥിക്കുന്ന അവിടെ ഒറ്റ പുല്ല് പോലും കാണുകയില്ലായിരുന്നു. അവിടെ ചവിട്ടി തൂത്ത് മെനക്കെടുത്തി അല്ലേ, കൈവിട്ട് വീശി അവിടുന്ന് ചെടിയെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞാകപ്പാടെ ബഹളം വെച്ചേന്. കർത്താവ് അവിടെ നിന്നുകൊണ്ട് മുട്ടുമടക്കി, പിതാവേ സമയം വന്നിരിക്കുന്നു, ബലപ്പെടുത്തണമേ, അങ്ങനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റുവാൻ കൃപ നൽകണമേ എന്ന് പറഞ്ഞ് പിതാവിനോട് പ്രാർത്ഥിക്കുക അല്ലേ. തകർന്നുള്ള പ്രാർത്ഥന, രക്തം പോലും വിയർപ്പ് തുള്ളിയായിട്ട് വീഴത്തക്ക നിലയിൽ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന. ശിഷ്യന്മാരാരെങ്കിലും കേട്ടോ ആ പ്രാർത്ഥന? ആലോചിച്ച് നോക്കി. ഹൃദയം തകർന്ന ചോര രോമകൂപത്തിലൂടെ ചാടുന്ന നിലയിൽ പ്രാർത്ഥിച്ചിട്ടും ആ ദേശത്ത് ഒരൊറ്റ മനുഷ്യൻ അറിഞ്ഞില്ല. നമുക്കൊരു ഗുണമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് 10 പേരെ അറിയണം. ഒന്നും ഒത്തില്ലെങ്കിൽ സാക്ഷ്യത്തിനകത്ത് തിരികേറ്റം. കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവസഭയ്ക്ക് വേണ്ടിയും പ്രിയ കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിപ്പാൻ ഉപസിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകുവാൻ തക്കവണ്ണമായി ഇടയായി തീരുവാൻ തക്കവണ്ണം സാധിച്ചു. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പബ്ലിക്കിലൊന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കരുത്, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഇവിടുന്ന് ക്ലാസ്സിൽ പറയാം, നിങ്ങൾ എല്ലാവർക്കാനും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണമായി ഇടയായി തീർന്ന് ഞാൻ പറയണ്ടെങ്കിൽ അതോടെ അത് പോയി. മറിച്ച് അത് എൻ്റെ ഉത്തരവാദിത്വമാണ്. 100 കൂട്ടം ആവശ്യങ്ങൾ ഉണ്ടായിട്ട് അതെല്ലാം മാറ്റി വെച്ച് ഞാൻ ഈ പറഞ്ഞ കേൾക്കാൻ നിങ്ങൾ വന്നിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പൊ എന്നെ പേടിച്ചിട്ടോ ഞാൻ വരട്ടെന്ന് ഓർത്തിട്ടൊന്നുമല്ലോ. ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ദൈവവചനം പഠിക്കണം താല്പര്യത്തോടെ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കാൻ ഞാൻ കടപ്പാടുള്ളവനാണ്, ഉത്തരവാദിത്വമുള്ളവനാണ്. അത് ആരോടും പറയേണ്ടതായിട്ടില്ല. നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ഒരു ഷോ ആക്കി മാറ്റരുത്. അതുകൊണ്ടാണ് എലീശ കൂടെ കടന്നു പോയത് കണ്ടിട്ട് ശൂന്യംകാരത്തി പെങ്കൊച്ച് തന്റെ ഭർത്താവിനോട് ഒരു റൂം പണിയണമെന്ന് പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞു, ചുവരോട് കൂടിയ ഒരു മാളിക മുറി, ഒരു സ്മോൾ റൂഫ് ചേംബർ എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നത്. ചുവര് വേണം എന്ന് പറഞ്ഞാൽ ഭിത്തി വേണം എന്ന് പറഞ്ഞാൽ ഭിത്തി പറഞ്ഞേച്ച് മുഴുവൻ വെന്റിലേഷൻ വെക്കരുത്. എന്താന്ന് മനസ്സിലായോ? അവിടെ പഠിക്കേണ്ടത്. ഇവർക്ക് മനസ്സിലായി എലീശ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാ. പക്ഷെ ഒരു പ്രശ്നം, അദ്ദേഹം പ്രാർത്ഥിക്കുന്ന വഴിയെ പോണ ആൾക്കാർ കാണണ്ട. നമ്മളാണെങ്കിൽ ഒരു റൂം പണിതിട്ട് ഒരു 100 കട്ട വെച്ചിട്ട് ബാക്കി മുഴുവൻ ജനലും അങ്ങ് നിരത്തും, എന്നിട്ട് കർട്ടനിടും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർട്ടനെല്ലാം മാറ്റിയിട്ടേച്ച് വഴിയെ പോകുന്നവരെല്ലാം കാണണം. എപ്പോ നോക്കിയാലും അദ്ദേഹം ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ പ്രാർത്ഥനാ മനുഷ്യൻ, അത് നാട്ടുകാർ പറയണം. അതിനാണ് പരീശന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലേ, ഓരോ 3 മണിക്കൂർ കഴിയുമ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ് യഹൂദന്മാരെന്ന്. ഈ പരീശന്മാരൊരു കാര്യം ചെയ്യുന്നറിയാമോ? ഇവർക്ക് തെരുക്കോണിലും അങ്ങാടിയിലും വന്ദനം കിട്ടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. അപ്പം സപ്പോസ് രാവിലെ 9 മണിക്ക് പ്രാർത്ഥന ടൈം ആണെങ്കിൽ 8:30 വരെ വീട്ടിൽ ഇവർ ഇരുന്നിട്ടുണ്ടല്ലോ. 8:45 വണ്ടി എടുത്തുകൊണ്ട് കവലയ്ക്ക് ഇറങ്ങും. അതെന്തിനാ? കൃത്യം 9 ആകുമ്പോൾ ഷോപ്പിന്റെ മുമ്പിൽ ചെല്ലണം. പ്രാർത്ഥന 9 മണിയായി, പ്രാർത്ഥനാ ടൈമായി, ഇവൻ ആരെ നോക്കിയാലും അന്നേരം മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. 8:30 വരെ വീട്ടിൽ ഇരുന്നു എന്നാ പ്രാർത്ഥിച്ച് ഇറങ്ങിയാൽ പോരെ? അത് ചെയ്യല, കാരണം അന്നേരം നാട്ടുകാർ കാണുകയല്ലോ. പരീശൻ ചെയ്യുന്നത് 8:30 വരെ വീട്ടിൽ ഇരുന്നേച്ചാ കറക്റ്റ് 9 മണി ആകാറാകുമ്പോൾ ഇവൻ കവലയെ വന്നിട്ട് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ട് അന്നേരം മുട്ടുമടക്കി കൈയോർത്തി ഭയങ്കര പ്രാർത്ഥനയാണ്. അതാ കർത്താവ് പറഞ്ഞത്, അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മുടെ പ്രാർത്ഥന ഇതൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളതല്ല, ഒരു ഷോ ആക്കി കാണിക്കാനായിട്ടുള്ളതല്ല. ഇതൊരു ഇന്റിമസി ഉള്ള 2 പേർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അത് വളരെ സൂക്ഷിക്കണം. ആരുമായിട്ടാണ്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ആ കോൺവെർസേഷന്റെ രീതി. ഈവൻ പ്രാർത്ഥനയിൽ നമ്മുടെ ബോഡി ലാംഗ്വേജ് വരെ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്.
ഓക്കെ, നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് എസ് ഐയോട് സംസാരിക്കുന്നത് എങ്ങനെയാ? പറ. നിങ്ങൾ കയറി ചേച്ച് നിങ്ങൾ ഏത് ബാഗ് കക്ഷത്തിലെടുത്ത് വെച്ചേച്ച് അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ കുറെ നേരമായി വന്നിട്ട്. ആഹാ, നിങ്ങൾ ചെയ്ത് നീ വിവരം അറിയാം അങ്ങനെ ചെയ്ത. അവിടെ ചെല്ലുമ്പോ കൈവല്ലം ഉണ്ടെങ്കിൽ അതൊക്കെ താത്ത് വെച്ച് ഇവിടെ വരെ മടക്കിക്കൊണ്ട് ചെന്ന ഷർട്ടിന്റെ കൈയൊക്കെ ഒന്ന് താത്തിട്ട്, പിന്നെ പ്രസംഗിക്കുന്നവർ മാത്രമേ ഇവിടെ വരെ മടക്കി വെക്കുള്ളൂ. അങ്ങനെ ഗുണമുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിലോ ട്രെൻഡാ. ഞാൻ ഇട്ടിരിക്കുന്നതിൽ ഫുൾ കൈ ഒക്കെ ഇടുന്നതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി, ഔട്ട്ഡേറ്റഡ് ആയി, ഓക്വേർഡ്നെസ് ആയി അല്ലേ. ഇപ്പം പ്രസംഗിക്കാൻ പറയുന്നതെല്ലാം മടക്കി. ഇവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണോ അതോ പ്രസംഗിക്കാൻ വരുന്നതാണെന്ന് ഒരു പിടിയില്ലാത്ത രൂപത്തിൽ ഇപ്പൊ പ്രസംഗിക്കാനൊക്കെ വരുന്നേ. കാരണം കണ്ടാൽ ഒരു സുവിശേഷനാണെന്ന് തോന്നുന്ന രീതിയൊന്നും ഇപ്പൊ ആർക്കും ഇഷ്ടമല്ല. ഇപ്പം ഇടുന്ന ഷർട്ടിന്റെ ഇതും മുണ്ടിന്റെ കരയെല്ലാം ഒരുപോലെ വരത്തക്ക രീതിയിൽ അങ്ങനെയൊക്കെ ഇട്ട്, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ കർത്താവിന്റെ വലിയേറിയ ദാസന്മാർ, ഈ കൃപാവരപ്രാപ്തരായ വിടുതൽ ശുശ്രൂഷ നടത്തുവാൻ തൊക്കണം ഇടയായിത്തീരുന്ന ദേവദാസന്മാരൊക്കെ ഇപ്പം വേദിയിൽ വരുന്നത്. പോട്ടെ, നമ്മളിതെല്ലാം പണ്ട് വിട്ട കേസ് ആയതുകൊണ്ട് എന്നാലും എനിക്കിത് ഇടയ്ക്ക് പറഞ്ഞു വരുമ്പോൾ മനപ്രയാസം കൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. സ്തോത്രം. അവസരത്തിനൊത്ത് വേഷം മാറുന്നവനല്ല ആത്മീയൻ. സ്തോത്രം. അവന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, അത് കളയരുത്. മനസ്സിലായല്ലോ? ഐഡന്റിറ്റി കളഞ്ഞു കുളിക്കരുത്. കണ്ടാ പറയണം ഇവൻ ആരാണെന്നുള്ളത്. കാണുന്നവർക്ക് ബോധ്യമാകണം ഇവൻ ആരാണെന്നുള്ളത്. വേഷവിധാനവും ഭാഷയും ഒക്കെ കേൾക്കുമ്പോഴേ അറിയണം. പണ്ടങ്ങനല്ലേ? വഴിയെ പണ്ടൊക്കെ ഈ ഭവന പ്രാർത്ഥന അല്ലെങ്കിൽ ഇപ്പൊ കോട്ടേജ് മീറ്റിംഗ് എന്ന് പറഞ്ഞ പണ്ടത്തെ ഈ കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പൊ കോട്ടേജ് മീറ്റിംഗ് എന്ന് പറഞ്ഞാലേ ഒക്കുള്ളൂ. ഞാൻ പണ്ടത്തെ കോട്ടേജ് മീറ്റിംഗിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ചൂട്ടുമൊക്കെ കത്തിച്ചും പെട്രോൾ മാക്സും ഒക്കെ വെച്ച് ഞാൻ കുറെ ചുമന്നിട്ടുണ്ട്. പെട്രോൾ മാക്സ് ഒക്കെ വെച്ച് തലയെ വെച്ചുകൊണ്ട് ബൂട്ടുണ്ട്. യോഗത്തിന് വല്ലാണ്ട് ഒരുമിച്ചാ പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ കൂട്ടായ്മയ്ക്ക് ആൾക്കാർ പോകുമ്പം വഴിച്ചുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കൂട്ടായ്മക്കാരാ പോകുന്നതെന്ന്. ആ വഴിയുള്ള പോക്കും അവരുടെ വേഷവും സംസാരശൈലിയും കേൾക്കുമ്പം വഴിസലുള്ള റോഡ് സൈഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകും കൂട്ടായ്മക്കാരാ പോകുന്നതെന്ന്. ഇന്ന് വഴിയെന്ന് പൊക്കെ പറയുമോന്ന്? ഇന്നും പറയും, ആണ്ട പോണു കൊത്തം എടുത്തോണ്ട്, ഇവിളൊക്കെ എന്തിനു പോവാ അതേ പറയുള്ളൂ. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. നീ ഇവളും കൂടെ ചെല്ലാത്ത കുഴപ്പമുള്ളതാ നമ്മളെ കുറിച്ച് പറയുന്നത്. പോട്ടെ, ഞാൻ മടങ്ങി വരികയാണ്. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന എന്ന വിഷയം ദൈവം അനുവദിച്ചാൽ നമുക്ക് അല്പം വിശദമായി തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. മുമ്പേ പറഞ്ഞ അതുപോലെ തന്നെ ജെനിസിസ് എന്താണ്, എറ്റിമോളജി എന്താണ്, മൊറാലിറ്റി എന്താണ്, ഡെസ്റ്റിനി എന്താണ്, പ്രാർത്ഥനയുടെ എന്താണ് അർത്ഥമാക്കുന്നത്, വളരെ അത്യാവശ്യമാണ്. മനസ്സിലാകുന്നുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ വൊക്കാബുലറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. അത് പുരുഷന്മാർക്ക് ദൈവം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. സ്ത്രീകളും കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന തമ്പുരാൻ പിണങ്ങിപ്പോകുന്നില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജ് ധാർഷ്ട്യത്തോടെ നിന്ന് പ്രാർത്ഥിക്കരുത്. അത് ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ ഞെട്ടി ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നോ, ധാർഷ്ട്യത്തോടൊന്നും ആകരുത് പ്രാർത്ഥന. പ്രാർത്ഥിക്കുകയല്ലേ, നമ്മളൊരു അപേക്ഷ സബ്മിറ്റ് ചെയ്യല്ലേ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വന്നിട്ട് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞാൽ മതി, ഞാൻ വേണ്ട സാങ്ഷൻ ചെയ്യാൻ. നിങ്ങൾ തരുന്ന അപേക്ഷ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്വർഗത്തിൽ കർത്താവിന് മാത്രമേ അക്കൗണ്ട് ഉള്ളൂ, നമുക്കില്ല. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. സ്വർഗത്തിൽ ആകെ അക്കൗണ്ട് ഉള്ളത് കർത്താവിന് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളിവിടെ എന്തങ്ങോട്ട് വിട്ടാലും എങ്ങനെയാണേലും ഇത് സാങ്ഷൻ ആവുകയുള്ളൂ. അക്കൗണ്ട് ഉള്ളവന്റെ ഒപ്പ് വേണം. അതാ പറഞ്ഞ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അല്ലേ? നമ്മുടെ പിതാക്കന്മാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവേശ്വരൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും കൈക്കൊള്ളുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കണ്ടോ? ക്രിസ്തുവേശ്വരൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയമൂലം കേൾക്കണമേ സ്വർഗീയ പിതാവേ. കണ്ടോ? നേരിട്ട് സാങ്ഷൻ ആക്കി തരണമെന്ന് പിതാവിനോട് പറയാൻ ഒക്കത്തില്ല. പിന്നെയോ ക്രിസ്തുവേശ്വരൻ നിസ്തുല്യ നാമത്തിൽ
ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ നാമത്തിലാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ദയമൂലം കേൾക്കണമേ സ്വർഗീയ പിതാവേ. കണ്ടോ, പിതൃത്വ ബന്ധത്തിലാണെങ്കിലും അക്കൗണ്ട് നമുക്കില്ല. ഒറ്റ ഒരാൾക്ക് അവിടെ അക്കൗണ്ട് ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ നാമത്തിൽ ഇത് സൈൻ ചെയ്ത് കൊടുത്താൽ അത് അവിടെ ആക്സെപ്റ്റബിൾ ആകും. അത് കൊണ്ടുപോകേണ്ട പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ വിഷമിപ്പിക്കരുത്. ഇത് പരിശുദ്ധാത്മാവിനും പിടി കിട്ടുന്നില്ല. ഇതെന്തായി കൈകാര്യം ചെയ്യുന്നത്? അത് ആ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യും. ഒരു 5-8 മിനിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, ഒരു 10-14 മിനിറ്റ് കൂടെ ഉണ്ടല്ലോ. ഞാൻ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗത്തേക്ക് വരികയാണ്. 3 പ്രധാന പദങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് വിശുദ്ധ വേദ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പദത്തിന്റെ 1-ാമത്തെ പോയിന്റ് മാത്രം ഞാൻ പറയാം. പ്രാർത്ഥന എന്ന പദം വേദപുസ്തകത്തിൽ എബ്രായ ഭാഷയിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ആ ഭാഗം ഏതാന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം. ആ പദം മാത്രം ഞാൻ പറയുന്നു. നമ്പർ 1, അതിന്റെ റൂട്ട് വേർഡ് പൽ ആൽ എന്ന് പറയും. പൽ ആൽ എന്ന പദമാണ് പ്രാർത്ഥനയ്ക്ക് ആദ്യമായി റൂട്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പദം. പൽ ആൽ. അതിന്റെ അർത്ഥം എന്നറിയാമോ? സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി എന്നാണ്. 3 അർത്ഥങ്ങളുണ്ട് പൽ ആലിന് മാത്രം. അതിൽ 1-ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ഒരു പദത്തിന്റെ 3 ആക്ഷൻസ് എന്താണെന്നുള്ളത് പറയാം. അതിൽ 1-ാമത്തെ അർത്ഥം ഇതാണ്: സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി. വളരെ ഉന്നതമായ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു. ഞാന് ഈ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുകയാണ്. അത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ്. ആരോടാ സംസാരിക്കുന്നത്? സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി. ഹയർ അല്ല, ഹയസ്റ്റ്, സൂപ്പർലേറ്റീവാ. ഹയസ്റ്റ് അതോറിറ്റി, ഏറ്റവും ഉന്നതമായ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നു. ദൈവത്തോട് സംസാരിക്കുമ്പോൾ അപ്പൽ ആൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോടാണ് സംസാരിക്കുന്നത് എന്നുള്ള വിവേകത്തോടെ സംസാരിക്കണം. നമ്മൾ കർത്താവേ, നീ നിന്റെ പ്രവൃത്തി ഇപ്പോൾ തന്നെ വെളിപ്പെടും. ആദ്യം വിളിച്ചത് കർത്താവേ എന്ന്, പിന്നെ 2 വിളിച്ചു. 2 നീ എന്നും നിന്റെ എന്നും. നിങ്ങൾ ആരെങ്കിലും പപ്പ നിന്റെ പേഴ്സ് തന്നെന്ന് പറയുമോ? ഒറ്റ പ്രാവശ്യമേ പേഴ്സ് മേടിക്കുള്ളൂ. മമ്മി നീ ഇത്ര നേരം എവിടെ ആയിരുന്നു എന്ന് പിള്ളേർ ചോദിച്ചാലോ? മോരിളക്കിക്കൊണ്ടിരുന്ന തവിക്കണക്കായിരിക്കും ഒരെണ്ണം കൊടുക്കുന്നല്ലേ. നീ എന്തോന്നാണ് ഈ പറഞ്ഞെന്ന് ചോദിക്കും. ശരിയാണോ? പിന്നെ വേണ്ട. സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നത് എങ്ങനെയാ? വിളിച്ചേച്ച് നീ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. വലിയ ബഹുമാനത്തോടെ വിളിച്ചേച്ച് നീ എന്നൊന്ന് വിളിക്കാന്ന് തുടങ്ങിയുണ്ടല്ലോ, ആ കൂട്ടിക്കിടക്കുന്ന ആടിനൊക്കെ എപ്പോ അഴിച്ചു വിട്ടാൻ ചോദിച്ചാൽ മതി. അവാർഡ് കിട്ടിയതൊക്കെ അവിടെ നിൽക്കും. ശരിയാണോ ഞാൻ പറഞ്ഞ? അപ്പം നമുക്കറിയാം അപ്പനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, മമ്മിയോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, അവരുടെ പേരൻസിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം നമുക്കറിയാം. തമ്പുരാനെ മാത്രം എങ്ങനെ വേണേലും വിളിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ നിന്റെ കരം കുറുതായിട്ടില്ല, നിന്റെ കരം തന്നെ വെളിപ്പെടണമേ, നീ ഇറങ്ങി വരണമേ. ആരിറങ്ങി വരണമെന്ന്? നീ. നിങ്ങൾ പുതിയ വീട് പണിത വീടിന്റെ നമ്പറിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് മെമ്പറുടെ, വാർഡ് മെമ്പറുടെ ഒരു കത്ത് ഉണ്ടെങ്കിൽ അത് കിട്ടുള്ളൂ. ഇപ്പൊ മെമ്പറിന്റെ അരികെ ചെന്നേച്ച് മെമ്പർ പറയാ നിന്റെ ഒരു കത്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്പർ കിട്ടിയതാ മിക്കവാറും. ഒരു പഞ്ചായത്ത് മെമ്പറെ നീ എന്ന് നിന്റെ എന്ന് വിളിക്കുവോ?
ഇല്ലല്ലോ, ഒരു കാരണവശാലും ഇല്ലല്ലോ. ആരെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിക്കുവോ? വില്ലേജ് ഓഫീസിൽ കരമടയ്ക്കാൻ പോയതാ, അദ്ദേഹം നമ്മുടെ അളിയനും കൊച്ചപ്പനും ഒന്നും അല്ല, നമ്മളെക്കാൾ 10-22 വയസ്സേ ഉള്ളൂ. സാറേ ഇതൊന്ന് അടച്ചാ ബില്ലും തന്നിരുന്നെങ്കിൽ എനിക്ക് പോകാൻ തീർച്ചയുണ്ട്. എങ്ങനെ വിളിച്ചേ? സാറിന്. നമ്മുടെ കൊച്ചുമകന്റെ പ്രായമേ ഉള്ളൂ. നമ്മുടെ കാശ് അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ആ റെസിപ്റ്റ് മേടിക്കാൻ നിൽക്കുക. എന്നാലും നമ്മൾ എത്ര ബഹുമാനം. നീ ഈ പൈസ അങ്ങോട്ട് വെച്ച് ബില്ലിങ് ചെയ്താന്ന് ആരെങ്കിലും പറയോ? മേടിച്ചോണ്ട് പോയതാ മിക്കാറും. ഇതെല്ലാം കൂടെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഉലകത്ത് ഒരൊറ്റ ആളേ ഉള്ളൂ. അതാരാണ്? സ്വർഗത്തിലെ ദൈവം. നീ നിന്റെ കരം. ഞാനൊരു കാര്യം പറയാം, ഞാൻ അതിനാണ് ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ഓർക്കണം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ പറഞ്ഞൊക്കെ കറക്റ്റാ, പക്ഷെ പുസ്തകത്തിൽ അങ്ങനെ അല്ലല്ലോ. നീ എന്നും നിന്റെ എന്നും അവനും അവന്റെ എന്നും ഒക്കെ അല്ലേ ഉള്ളത്. അപ്പൊ പിന്നെ അങ്ങനല്ലേ ഞങ്ങൾ പറഞ്ഞു ശീലിച്ചത്. അങ്ങനെ വേണ്ടേ ഞങ്ങളും പറയാൻ? എന്നെ കുരുക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തന്നെ വന്ന ചിന്ത എനിക്കറിയാം. ഇപ്പം വേണ്ടിയല്ല, ഇത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കാതിരിക്കാന്നും അറിയാം. പുസ്തകത്തിൽ ഇങ്ങനല്ലേ എഴുതിയിരിക്കുന്നതെന്ന്. ഞാൻ അതിനാണ് പറഞ്ഞത്, ഈ പുസ്തകത്തിന്റെ പരിഭാഷ നടത്തിയ ആളുകൾ ആരൊക്കെയാണെന്ന് എപ്പോഴും ഓർമ്മ വേണം എന്ന് ഞാൻ ഈ പറയാൻ കാരണം, പരിഭാഷ നിർവഹിച്ച ഒരു സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച അന്യഭാഷ പറഞ്ഞ ആൾക്കാരല്ല. ഇതുമായിട്ട് ഒരു പുലബന്ധവും ഇല്ലാത്ത ആളുകളാണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. അതിലുപരി ഇംഗ്ലീഷുകാർ വേദപുസ്തകത്തോട് ചെയ്ത ദോഷം പോലെ ഉലകത്തിൽ വേറെ ആരും ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഹീബ്രു ഭാഷ ഗ്രീക്കിലേക്ക് പോയപ്പോഴേ ട്രാക്ക് തന്നെ ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ ഉള്ളതും കൂടെ പോയി. കുഴപ്പമല്ല, കാരണം ഇംഗ്ലീഷ് ഭാഷ ആംഗലേയ ഭാഷയുടെ ശൈശവ ദശയിലാണ് വേദപുസ്തകത്തിന്റെ പരിഭാഷ നിർവഹിച്ചത്. ഭാഷ ഡെവലപ്ഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഓൾഡ് കിങ് ജെയിംസ് വേർഷനൊക്കെ വായിക്കുമ്പം ദൈ, ദൗ, ദൈൻ എന്നൊക്കെ വരാൻ കാരണം. അത് കുറച്ചുകൂടെ വളരെ പൊളൈറ്റ് ആയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഉപയോഗിക്കുന്ന ഓൾഡ് കിങ് ജെയിംസ് വേർഷനുമാണ്. ദൗ, ദൈൻ, ദൈ എന്നൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിനകത്ത് അങ്ങനെയാണ്. പക്ഷെ സാധാ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അവിടെ എല്ലാം ഹി, ഹിം, ഹിസ് എന്നാ കൊടുത്തിരിക്കുന്നത്. അവൻ, അവന്റെ, അവന് എന്നുള്ള അർത്ഥം തന്നെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും വേദപുസ്തകത്തിന്റെ മൂലഭാഷയെ കുറിച്ച് ഒരു ധാരണ വേണം. യഹൂദൻ ഇന്നുവരെ ഉപയോഗിക്കാൻ ഈയല് പോലെ വിറയ്ക്കുന്ന ഒരു പദമാണ് യാഹുവേ. അവൻ ആ വാക്ക് പറയല. നമ്മൾ യഹോവ എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആ കോട്ടുവായുടെ കൂട്ടത്തില. രാവിലെ എഴുന്നേറ്റ് വന്ന് ഇതെല്ലാം നേരെ ആക്കിട്ടപ്പോ ഒരു കോട്ടുവാ വരികയല്ലേ, ഇങ്ങനെ നിന്ന് ആ കോട്ടുവാട് അറ്റത്തല്ല നമ്മൾ ഹല്ലേലൂയ കൊണ്ട് ഫിറ്റ് ചെയ്യുന്നേ. അങ്ങനെ ആ ചീഞ്ഞ വായും കൊണ്ട് പറയേണ്ട പദമല്ലത്. മനസ്സിലായോ? യഹൂദൻ തിരുവെഴുത്ത് വായിക്കുമ്പോൾ യഹോവ എന്ന് കാണുന്നിടത്തൊക്കെ അവൻ അദനായ് എന്നേ പറയൂ. യാഹുവേ എന്ന പദം ഉപയോഗിക്കുകയില്ല. ഉച്ചരിക്കുമ്പോൾ അല്പം ആ ഉച്ചാരണ തെറ്റ് വന്നാൽ അത് ദൈവത്തെ നിന്ദിക്കുക, ബ്ലാസ്ഫമിയ. ക്ലിയർ ആയോ? എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നമുക്ക് പിന്നെ എല്ലാം നമ്മളോട് മിണ്ടാൻ പറ്റില്ല. മിണ്ടിപ്പോയാൽ നമ്മളിങ്ങനെ ആത്മാവിൽ നിൽക്കുന്ന ആരും ഒന്നും പറയാൻ നോക്കിയല്ലോ. നമ്മൾ എപ്പോ ചോദിച്ചാലും നമ്മൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും നമുക്ക് വിഷയമല്ല. സ്തോത്രം. വാക്കുച്ചരിക്കുമ്പോൾ ആ പദം വളരെ ക്ലിയർ ആയിരിക്കണം. ഹല്ലേലൂയ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥത്തിന് 8 എബ്രായ പദമാണ് നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ പദമാണ് ഹല്ലാൽ. അർത്ഥം സ്പഷ്ടമായും വ്യക്തമായും ഉച്ചരിക്കുക. എങ്ങനെ? സ്പഷ്ടമായും വ്യക്തമായും ഉച്ചരിക്കണം. കുഴഞ്ഞല്ലേ? എനിക്കൊരു അപ്പച്ചൻ അറിയാൻ അനുഗ്രഹിക്കണേ ദൈവമേ എന്ന് പറയുന്ന, അനുഗ്രഹിക്കണേ ദൈവമേ, ഇന്ന് പകല് കാല് കടന്നു വരാൻ തൊക്കണം ഇടയാത്തുന്നല്ലോ ദൈവമേ എന്ന് പറഞ്ഞ ശീലിച്ചു പോയി. ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ പറയത്തുള്ളൂ. ഇന്ന് പകൽ കാലം കർത്താവ് ദാസനെ ദൈവമേ എന്ന് പറഞ്ഞ് ചിരിച്ച ദയ്യ നായി. ഇപ്പൊ
ഈ ദെയ്യം ഞാൻ കേട്ടുള്ളത് ആറന്മുളയിലായിരുന്നു, വള്ളംകളിക്കായിരുന്നു. അതാണ് ഇപ്പൊ സഭയിലും ഉള്ളത്. നമുക്കിത് എങ്ങനെ വേണേലും ഉപയോഗിക്കാവുന്നൊരു തോന്നല്ല. നോ. സ്തോത്രം. പദ ഉച്ചാരണത്തിനകത്ത് ഒരൊറ്റ അക്ഷരം മാറരുത്. ഞാൻ നമ്മുടെ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു ഉദാഹരണം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? പണ്ട് ലോക മലയാളി സമ്മേളനം നടന്ന് ജനീവയിൽ വെച്ച്, അതെന്തിനാ ജനീവയെ കൊണ്ടുവന്ന് എനിക്ക് ഇപ്പോഴും പിടി കിട്ടിയിട്ടില്ല. മലയാളികളുടെ സമ്മേളനം ജനീവയെ കൊണ്ടുവച്ചത്. ഇനി ലോകത്ത് മൊത്തമുള്ള മലയാളി ആയതുകൊണ്ടായിരിക്കാം. എന്തുവാകട്ടെ, ഇവിടുന്ന് നാട്ടിൽ നിന്ന് പല പ്രമുഖന്മാരും പോയപ്പോൾ പന്തളം സുധാകരനും പോയി. ഗവൺമെന്റ് വിട്ടതാണ് പന്തളം സുധാകരൻ, അദ്ദേഹം മന്ത്രിയായ സമയത്ത്. അമേരിക്കയിൽ ചെന്നു, ഹോട്ടലിൽ താമസിക്കാൻ റൂം നോക്കിയപ്പോ പുള്ളിക്ക് മാത്രം റൂമില്ല. സായിപ്പ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പം പന്തളം സുധാകരന് മാത്രം റൂമില്ല. പേര് നോക്കിട്ടെങ്ങും ഇല്ല. എന്നറിയാമോ? പന്തളം സുധാകരൻ എന്നുള്ളത് ടൈപ്പ് ചെയ്തപ്പോ സ്പെല്ലിങ് മാറിപ്പോയി. പെൻഡുലം സുധാകരനാ സായിപ്പിന്റെ ലിസ്റ്റിനകത്ത് ഇരിക്കുന്നത്. സായിപ്പിന് പെൻഡുലൊന്നും പന്തളൊന്നും പറഞ്ഞാൽ തിരിച്ചറിയാൻ നോക്കുവോ? സായിപ്പ് നോക്കി, നോ there is no പന്തള സുധാകരൻ, only പെൻഡുലം സുധാകരൻ. പാസ്പോർട്ട് കാണിക്കാൻ അതിനകത്ത് പന്തളം, സായിപ്പ് ലിസ്റ്റിനകത്ത് പെൻഡുലം. മാറി ഈ ആയതേ ഉള്ളൂ. പിന്നെ ആ മനുഷ്യനെ അവിടെ കിടത്താൻ അതിന്റെ സംഘാടകർ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയാം. ഒരക്ഷരം മാറി അപകടം വല്ലതും ഉണ്ടോ ഞാൻ ചോദിച്ചത്. നിസാരം ഒരു റൂമിൽ കിട്ടാൻ വേണ്ടി ഇവിടുത്തെ ഗവൺമെന്റ് മന്ത്രി ആയതിട്ടും കൂടെ പേരിന്റെ സ്പെല്ലിനകത്ത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചപ്പോൾ ഇത്തരം കുഴച്ചിലുണ്ടായെങ്കിൽ തമ്പുരാന്റെ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ വല്ല ശ്രദ്ധയും വേണോ? വേണം. അതുകൊണ്ട് യഹൂദൻ പ്രാർത്ഥിക്കുന്നതും ഉച്ചരിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ഹൈന്ദവ സഹോദരങ്ങളുടെ ആരാധനയിൽ എന്താ എല്ലാരും ഈ മന്ത്രവും ചൊല്ലാത്തത്? എല്ലാരും ചൊല്ലി അത് കുഴഞ്ഞു പോകാൻ അവനെ കൊണ്ട് പറ്റുകയില്ല. അത് പ്രഭാഷണം നടത്തുന്നവരൊക്കെ ആ ഭാഷ വളരെ കൃത്യമായി ശുദ്ധമായി ഉച്ചരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കും. ശരിയാണോ ഞാൻ പറഞ്ഞ? വളരെ ഓരോ അക്ഷരം എടുത്തറിയത്തക്ക നിലയിൽ ഉച്ചരിക്കാനുള്ള ശേഷി അവർക്കുണ്ട്. അങ്ങനെയുള്ളവർ അത് കൈകാര്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കണം. സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി. ഏറ്റവും ഉന്നതനായ ഒരാളോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോഴും വായിച്ചു വരുമ്പോൾ യഹോവേ സിയോനിൽ സ്തുതി, നിനക്ക് യോഗ്യൻ എന്നുള്ളത് മാറ്റി അങ്ങക്ക് യോഗ്യൻ എന്ന് നമ്മൾ വായിച്ച് ശീലിക്കണം. ദയവായി നിങ്ങൾ ആരും പുസ്തകത്തിനകത്ത് മഷിക്ക് വെട്ടിത്തിരുത്തൊന്നും ചെയ്യരുത്. പ്രിന്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ തന്നെ കിടന്നോട്ടെ. യഹൂദൻ അത് തന്നെ ചെയ്യുന്നത്. പ്രിന്റ് ചെയ്തിരിക്കുന്ന യാഹു എന്നാണെങ്കിലും അത് വായിക്കുന്നത് അദനായ് എന്നവൻ വായിക്കും. എന്ന് പറഞ്ഞതുപോലെ നീ എന്നും നിന്റെ എന്നൊക്കെ വരുമ്പോൾ അങ്ങ്, അവിടുന്ന്, അവിടുത്തോട്, അങ്ങയുടെ, അങ്ങേക്ക് എന്നിത്യാദി പദങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് പറയരുത്, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്ത്. കഴിഞ്ഞ പകലെല്ലാം വിവിധങ്ങളായി അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ചല്ലോ. അവിടെ ഞങ്ങളെ സൂക്ഷിച്ചതും അവിടെ ഞങ്ങൾ പ്രാപിച്ചുവാൻ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഓർത്ത് ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം. ഹോവേ നിന്റെ കരം തന്നെ പ്രവർത്തിക്കണമെന്നും പറഞ്ഞ് ഹോളിനകത്ത് കിടന്ന് ബഹളം വെക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ആരെയാ ഇൻസൾട്ട് ചെയ്യുന്നത്? എന്നാ ദൈവത്തെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുന്നത്? അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. ലിവ് ഇറ്റ്, അത് വിട്ടേര്. എന്നാ നമുക്ക് ആത്മിക പക്വത ഉണ്ടാക്കുന്നത്? പൗലോസ് പറഞ്ഞ ക്രിസ്തുവാകുന്ന തലയോളം വളരണമെന്നല്ലേ? കർത്താവ് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചോ, പിതാവേ നിന്റെ കരം വെളിപ്പെടണം? പ്രാർത്ഥിച്ചോ? ഞങ്ങൾക്ക് ആ പിതാവ് എന്നുള്ള വിളി തന്നെ എത്ര സ്വീറ്റ് ആയിരിക്കും അല്ലേ? ഞാൻ അതൊക്കെ ഇങ്ങനെ കർത്താവ് ഗെത്സമനെ പോയിരുന്നതും അവിടെ ഇരുന്ന് ഉയരത്തിലേക്ക് കണ്ണുയർത്തിയതും പിതാവിനെ വിളിച്ച രീതിയൊക്കെ ഞാൻ മനസ്സിൽ കണ്ടു നോക്കാറുണ്ട്. ആ വിളിയിൽ സ്വർഗം മൊത്തത്തിൽ ശ്രദ്ധിച്ചു കാണുകയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പുത്രൻ ഗെത്സമനയിൽ മുട്ടുകുത്തി പിതാവേ എന്ന് വിളിച്ചപ്പോൾ പിതാവാ ദൈവം ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ സർവ സന്നാഹം ഒരുമിച്ച് ശ്രദ്ധിച്ചില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സകല ദൂതന്മാരും. അതിന്റെ തെളിവാണല്ലോ ക്ഷീണിച്ചെന്നറിഞ്ഞപ്പോൾ ശക്തീകരിക്കാൻ ദൂതന്മാർ വന്നത്.
ഇല്ലേ? ആ, ക്ഷീണിച്ചിരിക്കുമ്പോൾ ദൂതന്മാരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം. അല്ല അയൽവക്കംകാർ കേൾക്കാൻ വേണ്ടി കിടന്ന് ബഹളം വെച്ചുള്ള പ്രാർത്ഥനയല്ല. എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി ഒരു പതുക്കെ പ്രാർത്ഥിക്കുന്നു. ചിലർക്ക് മറ്റു കാര്യത്തിനൊക്കെ ഭയങ്കര ശബ്ദമായിരിക്കും, പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടും ശബ്ദമില്ല. ഫോണിനകത്തൊക്കെ സംസാരിക്കുന്ന കേട്ടാൽ ഫോണിന്റെ ആവശ്യമില്ല, അങ്ങനെ തലയ്ക്കുന്ന ആള് ഫോൺ ഇല്ലാതെ തന്നെ കേൾക്കും, അത്ര ശബ്ദത്തിലായിരിക്കും ഫോണിൽ സംസാരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഏതാണ്ടല്ല ഇത്രേ ഉള്ളൂ, ഒന്നും കേൾക്കാനില്ല. കോഴി എന്നൊക്കെ പറയുന്ന കേട്ടാ ഉണ്ടല്ലോ, 3 പഞ്ചായത്തിലെ കോഴി അപ്പുറത്ത് പോകും. ആ രൂപത്തിലെ കോഴിയൊക്കെ ഓടിക്കുന്നത്. കാരണം നമ്മുടെ മുറ്റത്ത് നടക്കുന്ന അഴുക്ക് അത് കൊത്തി തിന്നാൻ നമ്മൾ സമ്മതിക്കാല്ല, അവിടെ കിടന്നോട്ടെന്നായി പറയുന്നത്. അതായി കോഴിയൊക്കെ ഓടിക്കുന്നത്. പോട്ടെ. ഇപ്പൊ പ്രാർത്ഥനയിലെ നമ്മുടെ ഭാഷ, അതിനകത്ത് സാഹിത്യ ഭാഷയല്ല ഞാൻ ഉദ്ദേശിച്ചത്, തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഉപയോഗിക്കുന്ന വൊക്കാബുലറി, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അതിന്റെ എല്ലാ ഭാഗം പറയുന്ന സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആൽ എന്ന വാക്കിന്റെ ഒന്നാമത്തെ അർത്ഥം സ്പീക്ക് ടു ദ ഹയസ്റ്റ് അതോറിറ്റി, ഏറ്റവും ശ്രേഷ്ഠനായ ഉന്നതനായ വ്യക്തിയോട് സംസാരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്രയും ഹയസ്റ്റ് ആയിരിക്കുന്ന ആളോടാണ് സംസാരിക്കുന്നുള്ള ബോധം ആദ്യം തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന സൗമ്യമായ നിലയിൽ, നമ്മൾ കർത്താവിനെ പേടിപ്പിക്കാതെ, ഭീഷണിപ്പെടുത്താതെ, ഷൗട്ട് ചെയ്യാതെ ശാന്തമായ നിലയിൽ പ്രാർത്ഥിക്കാം. എന്നാൽ ഒരു ഉപവാസ പ്രാർത്ഥനയിലോ സഹായത്തിനൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആരും കേൾക്കാതെ ശാന്തമായി പ്രാർത്ഥിക്കുക, ആ രീതിയല്ല ഞാൻ പറഞ്ഞത്. പ്രാർത്ഥന 3 തലങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് വിശദമായ നിലയിൽ വരും ദിവസത്തിൽ പഠിക്കാം. ദൈവമായ കർത്താവ് നമ്മെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.